തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നേതാക്കൾക്കൊപ്പം തന്നെ അണികളുടെ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ചൂട് എത്തി നിൽക്കുമ്പോൾ കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഈ തീരദേശ മേഖല ഒരുപാട് കേട്ട് കഴിഞ്ഞു. തീരത്ത് ഇത്തവണ രാഷ്ട്രീയ പാർട്ടികൾ പുതിയ തന്ത്രങ്ങൾ നെയ്യുമ്പോൾ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ മത്സ്യത്തൊഴിലാളികളും ഈ നേതാക്കന്മാരെ കാത്തിരിക്കുകയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയ്ക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. ആ രാഷ്ട്രീയം അവർ പറയട്ടെ. തിരഞ്ഞെടുപ്പ് വന്നിരുന്നാലും ഞങ്ങൾക്ക് വല്ല ഫലവുമുണ്ട്. ഗവൺമെൻറ് പണം അനുവദിച്ച് വന്ന് ഞങ്ങൾക്കറിയാം ഇതുവരെ വന്നില്ല. 3-4 ആളെ കൊടുത്ത് ഇപ്പോൾ ചോദിക്കുകയാണ്. അവർ പറയുന്നത് അങ്ങനെ ഇനി ഒന്നും തരാൻ നിയമമില്ലെന്ന്. ഇപ്പോൾ പറഞ്ഞ മറുപടിയാണ്. ഇന്നലെ ആൾ പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ഈ വല പിന്നത് മൊത്തം കോൺഗ്രസ്സുകാരാണ്. ഇടതുപക്ഷക്കാരൻ ആരുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ തരാത്തത്. അവർ അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ്സിനെ വരത്തുള്ളൂ. കോൺഗ്രസ്സോ ഭൂരിപക്ഷം ജയിക്കത്തുള്ളൂ ഇവിടെ. അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ചാണ് പറയുന്നത്. ഇവന്മാരെ തിരിഞ്ഞു നോക്കുന്നില്ല. അവർ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല ഇവിടെ. ഈ പാവപ്പെട്ടവന്മാരെ തിരിഞ്ഞു നോക്കാൻ വല്ലവരും ഉണ്ടോ? ആരുമില്ല. നമ്മളാണ് ജനങ്ങൾ. ആ ജനങ്ങൾ തീരുമാനിക്കുന്ന ആര് വരണമെന്നുള്ളൂ. ഭരണത്തിൽ തീരുമാനിക്കട്ടെ. നമുക്ക് വോട്ടുണ്ട്. അത് ആർക്ക് ചെയ്യണം? ബൂത്തിലോട്ട് ചെല്ലുമ്പോൾ അത് നമ്മുടെ മനസ്സ് എങ്ങോട്ട് ചെല്ലുന്നു അത് ചെയ്യും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CPM ഭരിക്കണമെന്നോ UDF ഭരിക്കണമെന്നല്ല എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറയാണ്, ഇപ്പം ഞാൻ CPM അടുത്ത പ്രാവശ്യം UDF ഭരിക്കണം നമ്മുടെ ആഗ്രഹം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കോൺഗ്രസ് ഭരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം 10 വർഷം പിണറായി സാർ ഭരിച്ചിട്ടുണ്ട്. നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്. എൻ്റെ കൂട്ടുകാരൻ CPM, ഞാൻ CPM, എല്ലാവരും CPM ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ CPM ഉള്ളതാണ്. അപ്പോൾ 10 വർഷം ഭരിച്ചല്ലോ. ഇനി ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുന്നത് UDF ഭരിക്കുക. അവർ 5 വർഷം ഭരിച്ചു തീരുമ്പോൾ പിന്നെ അവർ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ വേറെ ആരും തിരക്കണ്ട. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് വൻ ശക്തിയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നാലും ആരും വരുന്നില്ലല്ലോ. ഇവിടെ അടുത്തോട്ട് വരുന്നില്ലല്ലോ. എല്ലാവരും ഇലക്ഷൻ ആകുമ്പോൾ സമയമാകുമ്പോൾ ഒരു വോട്ടിന് വേണ്ടി വരും. എല്ലാവരും വീട് കയറി ഇറങ്ങി എടുത്തുകൊണ്ട് പോകും. ആ ഉള്ള വോട്ടും കൊണ്ട് അവൻ്റെ പാട്ടിനാകും പോകും. നമുക്ക് ഒരു വോട്ടുണ്ട്. നമ്മുടെ അവകാശം അത് ചെയ്തേ പറ്റുള്ളൂ. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു വ്യക്തിപരമായിട്ട് ചെയ്യും. നമ്മുടെ ആളെ നോക്കിയേ ചെയ്യത്തുള്ളൂ. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ 2000 രൂപ പെൻഷൻ കൊടുക്കുന്നത് അതൊരു 5000 രൂപ കൊടുത്താലും സർക്കാരിന് നഷ്ടം വരാൻ പോകുന്നില്ല. അടുത്ത തവണ വീണ്ടും ഈ സർക്കാർ തുടരുമെന്നാണ് പറയുന്നത്. തുടരും. ഭൂരിപക്ഷമായിട്ട് തുടരും. ഇവിടെ കടപ്പുറത്ത് പറയുന്നതല്ല മേഖലയിലോട്ട്. കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷമാണ്. അപ്പം ഈ ഇടതുപക്ഷം ഇനി വീണ്ടും തുടരുമെന്ന് കരുതുന്നുണ്ട്. അത് ഞങ്ങൾ കരുതാൻ നോക്കത്തില്ല. ഇനി വരുന്ന ഇതിൻ്റെ കാര്യം കണ്ടാനായിരിക്കും. അത് പറയാനൊന്നും നോക്കത്തില്ല. വോട്ട് ഞങ്ങൾ വിലയേറിയ വോട്ടാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടി വന്നാൽ ഞങ്ങൾ ചെയ്തിരിക്കും. അധികാരം കോൺഗ്രസിന് എടുക്കില്ല. എത്ര സീറ്റ്? 110 സീറ്റ് അടിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പിന്നെ ഭരണം കൊണ്ട്, ഇടതുപക്ഷത്തിൻ്റെ ഭരണം കൊണ്ട് പറയാം. 110 സീറ്റ് അടി വന്നു.